ഇഷ്മോൾ സ്കൂളിൽ വിട്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്ത് വന്നിക്കുകയാണ്. പുറത്ത് വന്നാൽ പിന്നെ എന്തായാലും ഫുഡ് കഴിക്കുമല്ലോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ ഞങ്ങൾ നാടുകാണി ചുരം കയറി. അവിടെ എത്തി ഐസ്ക്രീമും കണ്ടപ്പോൾ ഞങ്ങൾ 2 ഐസ്ക്രീം വാങ്ങി കുറേ നേരം സംസാരിച്ചിരുന്നു. ഈ സ്കൂൾ വിടുമ്പോൾ ഇഷ്മോൾ എടുത്ത് വീട്ടിൽ പോകാന്നുള്ള പ്ലാനോട് കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറേ ടൈം ഞങ്ങൾ ആയിക്കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറച്ച് നേരം ബിഗ് ബോസും കണ്ടിരുന്നു. ഞങ്ങൾ നേരെ ചുരം ഇറങ്ങി. അപ്പോഴേക്കും ഇഷ്മോൾ സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് അവിൽ മിൽക്കും ഞങ്ങൾ 2 മൊയ്റ്റോ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. വീട്ടിലെത്തിയ വിഷമോക്ക് മാക്രോണി വേണമെന്ന് പറഞ്ഞു. അതും വെജിറ്റബിൾസ് ഒന്നും ഇടാതെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചിക്കൻ, ടൊമാറ്റോ സോസ്, സോയ സോസ്, പിന്നെ ഒരു മാഗി ക്യൂബും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു മാക്രോണി ഉണ്ടാക്കി കൊടുത്തു. സംഭവം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യട്ടോ, വെജിറ്റബിൾസ് ഒന്നും ഇടാത്തതുകൊണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പിന്നെ അതിക്ക് മാക്രോണി ഒക്കെ ആഡ് ചെയ്തു. സംഭവം അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്നാക്സ് മാക്രോണിയിൽ അവസാനിച്ചിട്ടോ. അപ്പോഴാണ് സനു പറയണത് സനുവിന് ചമ്മന്തിപ്പൊടി വേണമെന്ന്. എന്നാൽ പിന്നെ അതും കൂടി ഉണ്ടാക്കാം, അതും പ്രോൺസ് ഒക്കെ മിക്സ് ആക്കിയിട്ട് തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം തന്നെ തേങ്ങയും പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ അതൊന്ന് വറുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ പ്രോൺസും ചില്ലിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും മാറ്റി വെച്ചു. അങ്ങനെ നൈറ്റ് ആയപ്പോൾ നമ്മൾ റിച്ചുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. നമ്മൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നതാണ് നിലമ്പൂർ. അതുകൊണ്ട് നമ്മൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നൈറ്റ് ഒരു 10 o'clock ആകുമ്പോഴാണ് റിച്ച് എത്താന്ന് പറഞ്ഞിനി. അതുകൊണ്ട് തന്നെ നമ്മളൊരു 9:30 ആയപ്പോൾ തന്നെ അവിടെ എത്തിട്ടോ. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ റിച്ച് വന്നു. പിന്നെ ഓനെടുത്ത് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.